ന്യൂസ് റൂം ലൈവ് തുടരുന്നു. 6 വയസ്സുകാരനെ മഡ് റേസിംഗിൽ പങ്കെടുപ്പിക്കാൻ പരിശീലനം നൽകിയ കുട്ടിയുടെ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ സ്വദേശി ഷാനവാസ് അബ്ദുള്ളക്കെതിരെ പാലക്കാട് സൗത്ത് പോലീസാണ് കേസെടുത്തത്. ഏപ്രിൽ 16, 17 തീയതികളിലായി പാലക്കാട് നടക്കുന്ന മഡ് റേസിംഗിന് ഇന്നലെ കടാങ്കോട് പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ 6 വയസ്സുകാരനെയും പങ്കെടുപ്പിച്ചതിനാണ് പോലീസ് കേസെടുത്തത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടി തോന്നും. കാരണം ആ കുട്ടി അത്രയും പേടിയോട് കൂടിയിട്ടാണ് ഇത് ഓടിക്കുന്നതായി നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. നാട്ടിൽ 1ാം ക്ലാസ്സിൽ ചേർന്നെങ്കിൽ പോലും 6 വയസ്സാകേണ്ട കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെ പ്രസാദ്? സുരേഷ്, ഇന്നലെയാണ് പാലക്കാട് നഗരത്തിന് സമീപം കാടാങ്കോട് ഈ പരിശീലനം നടന്നിട്ടുള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സംഘടനയ്ക്ക്, ഈ ക്ലബിന് ഇത്തരത്തിൽ മഡ് റേസിംഗ് നടത്തുന്നതിന് വേണ്ടി അവിടെ അനുമതി ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, 6 വയസ്സുകാരനെ മുതിർന്നവർക്കൊപ്പം ഇത്തരത്തിൽ പരിശീലനം നടത്താൻ വിട്ടു. ഇത് അപകടകരമായ രീതിയിലാണ്, സാഹസിക പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിൽ ഇത്തരം പരിശീലനം നടത്തുന്നത് അനുവദിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ രക്ഷിതാവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംഘാടകർക്കെതിരെയും കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ 16, 17 തീയതികളിലാണ് ഇതുവരെയും അത്തരമൊരു പരിശീലനം, ഈ മഡ് റേസിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു അനുമതി പോലീസിന്റെ ഭാഗത്തുനിന്നൊന്നും തന്നെ ഇതുവരെയും ഇവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ സംഘാടകരെ നമ്മൾ അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു. അവർ പറയുന്നത് സാധാരണ ഇത് ഒരു സ്വകാര്യ സ്ഥലത്താണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുക, ഇതിന് ലൈസൻസ് പ്രത്യേകം ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ കുട്ടി ഉപയോഗിക്കുന്നത് ടോയ് ബൈക്കാണ്. ടോയ് ബൈക്ക് ഉപയോഗിക്കുന്നത് ലൈസൻസ് ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹസിക പരിശീലന പരിപാടികൾ നടത്തുമ്പോൾ അതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇത് അതുമാത്രമല്ല, ഈ കുട്ടിയുടെ ജീവന് പോലും അപകടകരമായ രീതിയിലാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇത്തരത്തിൽ പരിശീലനം നടത്തുന്നത് അപകടകരമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാവിനെതിരെ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രസാദ്, രക്ഷിതാവ് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബം അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ടോ പ്രസാദ്? സുരേഷ്, നമുക്ക് ഇവരുടെ രക്ഷിതാവുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ അല്പസമയം മുമ്പാണ് ഈ സംഘാടകരെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും അപ്പോൾ സംഘാടകരിൽ നിന്നാണ് ഇത്തരത്തിൽ അവർ, അതായത് ഈ സ്വകാര്യ സ്ഥലത്ത് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, പബ്ലിക് സ്ഥലത്ത്, പൊതുസ്ഥലത്ത് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാനോ ഓടിച്ചു പോകാനോ നിലവിൽ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം സ്വകാര്യ സ്ഥലങ്ങളിൽ ഇത്തരം ഈ മത്സരങ്ങൾ നടത്തുന്നത്. ആ സ്ഥലത്ത് മാത്രമാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം ഈ വാഹനങ്ങൾ മറ്റു രീതിയിലാണ്, അതായത് വേറെ ഏതെങ്കിലും വാഹനത്തിൽ ആണ് ഇത് കയറ്റി കൊണ്ടുപോകേണ്ടത്. റോഡിലൂടെ, പബ്ലിക് റോഡിലൂടെ ഇത് ഓടിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. മറ്റൊന്ന്, കുട്ടി ഉപയോഗിക്കുന്നത് ടോയ് ബൈക്കാണ്. ഇപ്പോൾ ഇത്തരം ബൈക്കുകൾ, ടോയ് ബൈക്കുകൾ നിരവധി ധാരാളം ഉപയോഗിക്കാൻ കിട്ടും. ആ ടോയ് ബൈക്കാണ് കുട്ടി ഉപയോഗിക്കുന്നത്. അതിന് ലൈസൻസ് ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സാഹസിക പരിശീലനം, ഒരു 6 വയസ്സുകാരൻ മുതിർന്നവർക്കൊപ്പമാണ് ഇത്തരത്തിലുള്ള സാഹസിക പരിശീലനങ്ങൾ നടത്തുന്നത്. അത് വളരെ അപകടകരമായ രീതിയിലാണ് ഈ പരിശീലനം നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞിന്റെ മാത്രമല്ല പ്രസാദ്, ഇത് ടോയ് ബൈക്കാണെന്നുള്ള വാദിക്കുമ്പോഴും, അങ്ങനെ അതേക്കുറിച്ച് പറയുമ്പോഴും, ഈ സാഹസികമായിട്ടൊരു പരിപാടി നടക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം നടക്കുന്നു, അവരുടെ കൂട്ടത്തിലാണ് ഈ കുട്ടി ഈ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ ഒന്നും കളിക്കുന്ന ഒരു സ്ഥലത്തേ അല്ല. അപ്പോൾ സ്വാഭാവികമായും പരിശീലനം നടത്തുന്ന സ്ഥലത്താണ് ഈ കുട്ടി ഈ ടോയ് ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യവും കൂടി വ്യക്തമാണ്. സുരേഷ്, ടോയ് ബൈക്ക് ഉപയോഗിച്ച് ഒരു മത്സര പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ ഉള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ സംഘാടകരുടെ മറുപടിക്ക് ശേഷം നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 6 വയസ്സുകാരൻ ഇത്രയും സാഹസികമായ ഒരു പരിശീലനം നടത്തുമ്പോൾ അത് മുതിർന്നവർക്കൊപ്പം നമ്മൾ വളരെ അപകടകരമായ രീതിയിലാണ് ആ പരിശീലനം നടക്കുന്നത്. അത് മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരം ഒരു മത്സരം നടത്തുന്നതിന് വേണ്ടി ഇവർ ഒരു അനുമതിയും നേടിയിരുന്നില്ല എന്നുള്ളതാണ്. സ്വകാര്യ സ്ഥലത്ത് ആണെങ്കിൽ പോലും മത്സര
പരിപാടികളെല്ലാം തന്നെ നടത്തുന്നത്. അത് നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ മുമ്പ് മലമ്പുഴയിൽ ഇത്തരത്തിൽ ജീപ്പ് റൈസിംഗ് നടന്നിരുന്നു. അവിടെയെല്ലാം തന്നെ അവർ പോലീസിൽ നിന്നും അനുമതി നേടുകയെല്ലാം തന്നെ ഉണ്ടായി. ഇത്തരത്തിലൊരു അനുമതിയും ഇവർ സംഘാടകർ നേടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അനുമതിയില്ലാത്ത ഒരു മത്സരത്തിന് വേണ്ടിയാണ് ഇത്തരമൊന്ന് സംഘടിപ്പിച്ചത്. മറ്റൊന്നൊരു 6 വയസ്സുകാരനെ ഇത്രയും അപകടകരമായ രീതിയിൽ മുതിർന്നവർക്കൊപ്പം പരിശീലനം നടത്താൻ വിട്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതിന് പുറമെ മറ്റു രീതിയിലുള്ള അന്വേഷണം, ഇതിന്റെ നിയമവശങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നതാണ് പോലീസ്. അതാണ് പ്രസാദ്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അടുത്ത നടപടികൾ എന്ത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും രക്ഷിതാവിനെ വിളിപ്പിക്കുക, അതോടൊപ്പം തന്നെ സംഘാടകരെ വിളിപ്പിക്കുക. പോലീസ് അടുത്ത നടപടികളെ കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്? പോലീസ് ഇതിൽ സംഘാടകർക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയാണ്. ആദ്യം ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് ഈ മത്സരത്തിന്റെ, ഈ കുട്ടി പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ പോലീസ് ഉടൻ ഇതിനകത്ത് ഇടപെടുകയും കുട്ടിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കുകയും എല്ലാം തന്നെ ഉണ്ടായി. ഇനി സംഘാടകർക്കെതിരെ, അനുമതിയില്ലാതെ മത്സരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന സംഘാടകർക്കെതിരെയും പോലീസ് കേസെടുക്കാനുള്ള അതിന്റെ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. റൈറ്റ്, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ആറു വയസ്സുള്ള കുട്ടിയാണ് മഡ് റേസിംഗിന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ ഭാഗമായി ആ വാഹനം ഓടിക്കുന്നത്. മുതിർന്ന ആളുകൾക്കൊപ്പം ഏറ്റവും അപകടകരമായിട്ടുള്ള വിധത്തിലാണ് ആ കുട്ടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രക്ഷിതാക്കളെ പറയണം, പങ്കെടുപ്പിച്ചിട്ടുള്ളവരെ പറയണം, കൂടെ ഓടിക്കുന്നവരെയും ഒക്കെ അവരൊക്കെ ഒന്ന് കാണണം. 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത്.